ഈ വർഷത്തെ ലാസ്റ്റ് ട്രിപ്പ് ഒന്നും പറയുന്നില്ല, ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ പ്ലാൻ ചെയ്തത് തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. നിയർ ബൈ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഞാൻ സ്ഥിരം കോഴിക്കോട് പോയിട്ടാണ് കയറാറ്. പക്ഷേ ഇത്തവണ ഞാൻ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ആ ട്രെയിൻ കിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ ബുദ്ധിപരം ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. ആദ്യമായിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വളരെ നേരത്തെ എത്തുന്നത്. ഇവരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇവർ ഓൾറെഡി കണ്ണൂർ, വടകര, കോഴിക്കോട് സ്റ്റേഷനിലൊക്കെ കയറിയിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ വരും. പിന്നെ എല്ലാവരെ പോലെ എനിക്ക് സൈഡ് സീറ്റ് ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലുണ്ട്. 3 മണിക്കൂറും അവിടെ തന്നെ ഇരിക്കാൻ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ മാറിയാണ് ഇരിക്കുന്നത്. വെയിലായതുകൊണ്ട് തന്നെ ഈ ഭംഗി എനിക്ക് അത്ര ആസ്വദിക്കാൻ പറ്റിയില്ല. പിന്നെ അച്ചു ആൻമരിയെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് അവിടെ നിന്ന് കഴിച്ചു. ആൻമരിയെ കോളേജിൽ പഠിക്കുന്ന സമയത്തേ കൊണ്ടുവരുന്ന ഫുഡാണ് മോര്, കൂർക്കത്തോരൻ, പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. അത് ഇപ്രാവശ്യം ആൻമരി എടുത്തിട്ടില്ല. പക്ഷേ കൂർക്കത്തോരനും മോരും അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡാണ്. ഫുഡ് ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി, കാരണം ഞങ്ങൾ മാത്രമല്ല ഇനിയുണ്ട് 2 പേര്. സംഭവം പെട്ടെന്ന് തന്നെ ഫുഡ് തീർന്നു, കാരണം എല്ലാവർക്കും അത്ര തന്നെ വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും വാരി കഴിച്ചു. എനിക്ക് ഇവർ വാരി തരാണ് ചെയ്തത്, കാരണം എൻ്റെ കയ്യിലാക്കാനുള്ളൊരു മടി. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇതിൽ കുറേ വീഡിയോസ് മിസ്സായിരിക്കും, കാരണം ഇടയ്ക്ക് ഞാൻ തന്നെ ഇതിൽ വീഡിയോ എടുക്കാൻ മറക്കുന്നുണ്ട്. ഒരു 3 അവർ ജേണിക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഞങ്ങളൊരു ഹോം സ്റ്റേ ആണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ വിചാരിച്ചതിലും നേരത്തെ ആയതുകൊണ്ട് തന്നെ വീട് തുറന്നിട്ടില്ലായിരുന്നു. സോ ഞങ്ങൾ പുറത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്. ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ നമ്മൾ ഈ ഒരു ഗേൾസ് മീറ്റപ്പ് പ്ലാൻ ചെയ്തത്. ഇതാണ് ജിസ. ഇവൾ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഞങ്ങളൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തു. പിന്നെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരു റീൽസ് മസ്റ്റാണ്. അത് ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. സോറി, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, കുറേ വീഡിയോസ് മിസ്സിംഗ് ആണ്, കാരണം ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ട്. സോ അടുത്ത തവണ ഞാൻ ശ്രദ്ധിക്കാം. ഇത് പിറ്റേന്ന് രാവിലെയാണ്. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇടയ്ക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ചേഞ്ചിങ് മൊമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇനി ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും കുറേ മെമ്മറീസ് എല്ലാം ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഫൈനൽ ഗെറ്റ് ടുഗദർ അങ്ങനെ ഇവിടെ പരിസമാപ്തിയായിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാണ്. ബൈ. ഇനി ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇപ്പം ഞാനല്ലേ ഫുഡ് കഴിച്ചിട്ട്, നേരത്തെ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇനി കഴിക്കാൻ പോകുന്നത് ലഞ്ച്, അതായത് ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇവർക്ക് ആർക്കും ചെറുക്കനില്ലതേ ഗൈസ്, അതാണ് സത്യം. ആദ്യം ചെറുക്കനെ കിട്ടണം, അത് കഴിഞ്ഞ് കല്യാണം ഉറപ്പിക്കണം. ജിസയ്ക്ക് കരയണമെങ്കിൽ കരഞ്ഞോ? ഇല്ല കരച്ചിൽ വരുന്നില്ല. നല്ലത് നമ്മളെ കാണാഞ്ഞാലോ വരുന്നില്ല. അപ്പോൾ തൃശ്ശൂരിനോടൊരു ബായ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ തന്നെ പോവുകയാണ്. ജിസ ഈ മൺത്ത് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ജിസേനോടും ഐറിനോടും യാത്ര പറഞ്ഞ് ട്രെയിൻ ടിക്കറ്റൊക്കെ ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റൊക്കെ ട്രെയിൻ പിടിച്ചതുകൊണ്ട് തന്നെ ഫറൂഖ് എത്താനും കുറച്ച് ലേറ്റായി. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഫറൂഖ് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.